ഫുൾ ഓൺ തന്നെ നമുക്ക് ഒരു താറ് കിട്ടും. ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു 50,000 75,000 രൂപ ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ആയിട്ട് ഇത് സ്വന്തമാക്കാം. ഫയൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ കാർ ഇതുവരെ എങ്ങനെ ഉപയോഗിച്ചു, എന്തെല്ലാം ആണ് ഇതിൽ ഉപയോഗിച്ചെന്നുള്ളതിലുള്ള എല്ലാ വാഹനങ്ങൾക്കും നമ്മൾ ആ ഒരു ഡോക്യുമെന്റ് ആയിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്. ഡീസൽ ഓട്ടോമാറ്റിക് വാഹനം നമുക്ക് ഫുൾ ലോൺ നമുക്ക് ഉണ്ടാകാം. അതൊരു ഓഫർ പ്രൈസില ഫുൾ ലോൺ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ 0 ഡൗൺ പേയ്മെന്റ്. അപ്പൊ ഈ ഒരു വാഹനം ഇറക്കാൻ നമുക്ക് എമൗണ്ട് വേണ്ട. അപ്പൊ ഡീസലാണ് 7 സീറ്റർ ആണ്. ഹൈലൈറ്റ് ആണ് വെറും 25,000 കിലോമീറ്റർ ഇല്ല. അപ്പൊ ലോ കിലോമീറ്റർ ഡീസൽ ഒരു 7 സീറ്റർ SUV നോക്കുന്നവർക്ക് അത് നമുക്ക് ഫുൾ ലോൺ തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വാഹനം. 3 ജീപ്പ് കോമ്പസുകൾ വരുന്നുണ്ട്. 2 വൈറ്റും ഒരു റെഡും ആണ് വരുന്നത്. ഡിയർ ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് വീണ്ടും മാനൂസ് കാർ വേൾഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ അത്യാവശ്യം എല്ലാ ലീഡിംഗ് ബ്രാൻഡ്സിന്റെയും SUVകളുടെ നല്ലൊരു കളക്ഷൻസ് ഉണ്ട്. താറൊക്കെ നോക്കണമെങ്കിൽ 1ഉം 2ഉം താറുകളല്ല, ഇഷ്ടംപോലെ താറ്, സെൽറ്റോസ്, ഹാരിയർ, അങ്ങനെ എല്ലാ സെഗ്മെന്റും നമുക്ക് നല്ല ഓഫർ റേറ്റ്, നല്ല ക്വാളിറ്റി ഉള്ള വെഹിക്കിള്. അത് ഏകദേശം നമുക്ക് മാർക്ക് എത്ര വർഷമായി? ഇപ്പൊ നമ്മൾ 10-26 വർഷം, 26ാമത്തെ വർഷമാണ്. അപ്പൊ അത്രയും കാലമായിട്ട് ഇവിടെ ഉള്ള ഒരു ഷോറൂമാണ്, അത്രയും ട്രസ്റ്റഡ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മള് വിഷുക്ക് ഏകദേശം ഇങ്ങനെ ആയി. വിഷുവിന്റെ ഈ ഒരു ഓഫറുകൾ നമുക്ക് കുറച്ച് ദിവസം കൂടി കൊടുക്കാം അല്ലെ? എന്തൊക്കെയാണ് മാർക്ക് നമ്മളൊരു വിഷുവിന്റെ ഓഫർ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും? നമ്മള് ആദ്യമായിട്ട് വിഷു ദിനത്തിൽ, അതായത് വിഷുവിന്റെ ആ ഒരാഴ്ച, വിഷു വരുന്ന ഈ ആഴ്ച വാഹനം വാങ്ങുന്ന ആളുകൾക്ക് ഒരു ഗോൾഡ് കോയിൻ നമ്മൾ വിഷു കൈനീട്ടം എന്നുള്ള നിലയ്ക്ക് ഇപ്പൊ കൊടുക്കാൻ പറ്റും. ഗോൾഡിന്റെ വിലക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നിരുന്നാലും നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ കൊടുത്തിരുന്നു, അതുകൊണ്ട് നമ്മൾ നിർത്തുന്നില്ല. എല്ലാ വർഷവും ഗോൾഡ് കോയിൻ കൊടുക്കണം എന്ന് നമ്മൾ ആഗ്രഹം. അത് ഈ വർഷവും നമ്മൾ പാലിക്കുന്നുണ്ട്. അപ്പൊ അതാണ് വിഷുവിന്റെ ഏതാനും ദിവസങ്ങൾ കൂടി നമ്മൾ ഈ ഒരു വിഷു കൈനീട്ടമായിട്ട് ഒരു ഗോൾഡ് കോയിൻ ഉണ്ട്. സോ മാനുക, നമ്മൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ സിമ്പിൾ അല്ലേ? മലപ്പുറം ജില്ലയിലെ വെള്ളുവമ്പുറത്താണ്. അതായത് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് പാലക്കാട് മഞ്ചേരി ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ 12 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാനൂസ് കാർ വേൾഡിൽ എത്തും. ഇത് നാഷണൽ ഹൈവേ 66 അതേപോലെ തന്നെ മഞ്ചേരി മലപ്പുറം ഭാഗത്തു നിന്നും കോഴിക്കോടേക്ക് സഞ്ചരിക്കുമ്പോൾ കറക്റ്റ് 10 കിലോമീറ്റർ എത്തിയാൽ ജംഗ്ഷൻ വരുന്നുണ്ട് വെള്ളുവമ്പ്ര, അവിടെയാണ്. ഇത് നാഷണൽ ഹൈവേയിൽ തന്നെയാണ്. ഇനി ഇതൊന്നും വേണ്ട, ഗൂഗിൾ മാപ്പിൽ മാനൂസ് കാർ വേൾഡ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലൊക്കേഷനിൽ എത്താൻ പറ്റും. അപ്പോൾ നമുക്ക് മാനക നമ്മൾ കൊടുക്കുന്ന വാറണ്ടി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ, അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ഒരു ലോ കിലോമീറ്റർ ഓണർഷിപ്പ് തുടങ്ങി കറക്റ്റ് കമ്പനി സർവീസുള്ള ഫുൾ ഹിസ്റ്ററിയോട് കൂടിയാണ് കൊടുക്കുന്നത്. അതായത് നമ്മൾ ഈ കാറിനെ പറയുകയാണെങ്കിൽ ഇതാ ഈ കാർ ഇത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, അത് കറക്റ്റ് അതല്ല പറയുന്നത്. ഈ കാറിൻ്റെ കൂടെ അവർക്ക് PDF ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ഫയൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ കാർ ഇതുവരെ എങ്ങനെ ഉപയോഗിച്ചു, എന്തെല്ലാം ആണ് ഇതിൽ ഉപയോഗിച്ചെന്നുള്ളതിലുള്ള എല്ലാ വാഹനങ്ങൾക്കും നമ്മൾ ആ ഒരു ഡോക്യുമെന്റ് ആയിട്ട് അവർക്ക് കൊടുക്കുന്നത്. ചെറിയ PDF ആയിട്ട് തരുന്നുണ്ട്. PDF അല്ല, അവർക്ക് നമ്മൾ ഡോക്യുമെന്റ് ഫയലായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് A to Z സർവീസ് ഹിസ്റ്ററി എല്ലാം നമുക്ക് തരുന്നുണ്ട്. അപ്പൊ ഒരു ടെൻഷനും വേണ്ട, ടെൻഷൻ ഫ്രീ ആയിട്ട് എടുക്കാം. നമ്മളെ പുതിയ ഷോറൂമിന്റെ വർക്ക് ഇങ്ങനെ ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ലക്ഷറി വാഹനങ്ങൾക്ക് വേണ്ടി പ്രത്യേക ഒരു ഷോറൂം ഉടനെ തന്നെ നമുക്ക് ലോഞ്ച് പ്രതീക്ഷിക്കുക. വലിയ നാളിനൊക്കെ ആയിട്ടുണ്ടാവില്ല, കഴിഞ്ഞ പെട്ടെന്ന് ആക്കണമെന്നുണ്ട്. ഇപ്പൊ ഈ ഗ്ലാസിന്റെ ഒരു ടൈറ്റ് വന്നുകൊണ്ട് ലാഗ് ആയി. നമ്മൾ യുദ്ധത്തിന്റെ കുറച്ച് വർഷങ്ങൾ താറ് നമുക്ക് 3 വരുന്നുണ്ട്. അപ്പൊ താറ് തന്നെ ആയിക്കോട്ടെ. ഫസ്റ്റ് തന്നെ ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു കിഡിൽ ലൈറ്റ് ആണ്. ഇതെങ്ങനെയായിരുന്നു മാനുക മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2021-22 രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക്കലി 4x4 ഹാർഡ് ടോപ്പില് ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? 100,000 കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അപ്പൊ A to Z നമുക്ക് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം പക്കയാണ് വണ്ടി. അത്യാവശ്യം നമുക്ക് ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത് നമുക്കൊരു സീരീസ് ആയിട്ട് നല്ലൊരു ഫാൻസി നമ്പർ 7475 KL7 എറണാകുളം രജിസ്ട്രേഷനില് 4x4 ഡീസൽ ഓട്ടോമാറ്റിക്. മാനേക്കാൾ നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് 14,25,000 രൂപയ്ക്ക് നൽകാൻ പറ്റും. 1 ലക്ഷം രൂപ അയച്ചിട്ട് ഇതിന് ലോണും അവൈലബിൾ ആണ്. അപ്പൊ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഉണ്ടാകാം. അത് നമുക്ക് ഏറ്റവും ഓട്ടോമാറ്റിക്കലി ഡീസൽ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ഇല്ല. അടുത്ത നമുക്കൊരു ഫുൾ ബ്ലാക്ക് ലൈൻ ഒരു കിഡിൽ SUV നോക്കുന്നവർക്ക് ഹാരിയർ. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സേഫ്റ്റിയുടെ കാര്യത്തിലും പെർഫോമൻസിന്റെ കാര്യത്തിലും അതേപോലെ ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അതും ഡാർക്ക് എഡിഷനിൽ ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2020 1 ലക്ഷം കിലോമീറ്റർ വരെ കറക്റ്റ് കമ്പനി സർവീസ്, സിംഗിൾ ഓണർഷിപ്പാണ്. ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ സിംഗിൾ ഓൺഷിപ്പ് ആണ്. വിത്ത് നമുക്ക് ഫാൻസി നമ്പർ വരുന്ന ഏറ്റവും ടോപ്പ് എൻഡിൽ പനോരമി സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന ഒരു വണ്ടി. അതെ, പ്രൈസ് 12 ലക്ഷം രൂപ. 12 ലക്ഷം രൂപ ഒരു ബെസ്റ്റ് പ്രൈസിനാണ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ പുതിയൊരു വാഹനത്തേക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 10-15 ലക്ഷത്തിന് കുറവിലാണ് നമുക്ക് തരുന്നത്. അത് നമുക്ക് സിംഗിൾ ഓൺഷിപ്പില് A to Z ഹിസ്റ്ററി ഉള്ള ഒരു വാഹനം, കറക്റ്റ് കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടി. അത്രയും നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റ് വണ്ടി ഫുൾ ലോൺ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ 0 ഡൗൺ പേയ്മെന്റ്. അപ്പൊ ഈ ഒരു വാഹനം ഇറക്കാൻ നമുക്ക് എമൗണ്ട് വേണ്ട. ട്രാക്ക് കാര്യങ്ങൾ സിബിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും, വണ്ടി അങ്ങ് കൊണ്ടുപോകാം. അടുത്ത് വീണ്ടും നമുക്ക് താർ തന്നെയാണ്. ഇത് നമുക്ക്
53 പെരിന്തൽമണ്ണ രജിസ്ട്രേഷനിൽ വിത്ത് ഫാൻസി നമ്പറോട് കൂടിയ ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2022 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു പുതിയ വെറൈറ്റി കളറാണ്. അപ്പോൾ ഡിഫറെന്റ് ആയിട്ട് രണ്ടും ഒരേ കളറാണ് വരുന്നത്. അത്യാവശ്യം ടൈസ് ഇത് 4x4 ഓട്ടോമാറ്റിക് തന്നെയാണ് വരുന്നത്. അതെ. എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത്? കിലോമീറ്റർ 79,000 കിലോമീറ്റർ. ഇത് 4x4 മാനുവലില് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് അല്ലേ? അപ്പൊ മാനുവൽ വേണ്ടവർക്ക് മാനുവൽ ഉണ്ട്, ഓട്ടോമാറ്റിക് വേണ്ടവർക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ്. മാനുവൽ നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 14,40,000 രൂപയ്ക്ക് 2022 സിംഗിൾ ഓണർഷിപ്പ് കറക്റ്റ് കമ്പനി സർവീസിൽ ആക്സിഡന്റോ ക്ലെയിം ഒന്നും ഇല്ലാത്ത ഈ വാഹനം സ്വന്തമാക്കാൻ പറ്റും. ഒരു 50,000 75,000 രൂപ ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ആയിട്ട് ഇത് സ്വന്തമാക്കാൻ പറ്റും. അപ്പൊ ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ വാഹനം സ്വന്തമാക്കാം അല്ലെ? വീണ്ടും ഒരു താർ തന്നെയാണ്, ഇതും ഡീസൽ മാനുവൽ തന്നെയാണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2024 ആണ്. ഒന്നുകൂടെ മോഡല് കൂടിയ വണ്ടിയാണ്. അത് 4 ഫുൾ കട്ട് ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്റീരിയറും കാര്യങ്ങളെല്ലാം പക്കായിട്ടുള്ള വണ്ടിയാണ്. ഇത് 2 വീൽ ഡ്രൈവ് ആണ് വരുന്നത്. ഇത് 2 വീൽ ഡ്രൈവ് ആണ്. ഇത് ഒരു ഓവർ പ്രൈസ് എന്ന് പറഞ്ഞാല് 12,55,000 രൂപയ്ക്ക് നമുക്ക് ഈ വാഹനം കൊടുക്കാൻ പറ്റും. 2024 സിംഗിൾ ഓണർഷിപ്പ് ആണ്. 60,000 കിലോമീറ്റർ ആണ്. കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള ഈ വാഹനം 12,55,000 രൂപ. ചെറിയൊരു എസ്യുവിന്റെ പ്രൈസിന് നമുക്ക് ഉണ്ടാവും. അത് നമുക്ക് കിലോമീറ്റർ എങ്ങനെയാണ്? 60,000 കിലോമീറ്റർ. ചെറിയ കിലോമീറ്റർ ആണ്, സിംഗിൾ ഓൺഷിപ്പ് ആണ്. അതൊരു ബെസ്റ്റ് പ്രൈസിന്. ലോൺ ഒക്കെ ഏകദേശം നമുക്ക് എത്ര വരെ ചെയ്യാൻ പറ്റും? ഫുൾ ലോൺ തന്നെ നമുക്ക് ഒരു താർ കിട്ടും. ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു കിയ സെൽറ്റോസ് ആണ്. അത് നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? 2021 ഇതിന്റെ പ്രത്യേകത ആനിവേഴ്സറി എഡിഷൻ ആണ്. സ്പെഷ്യൽ എഡിഷൻ വാഹനമാണ്. സ്പെഷ്യൽ എഡിഷൻ ആണ്. സൺറൂഫ് വരെ വരുന്ന എല്ലാ നമുക്ക് ഫുൾ കമ്പനി ക്രൂസ് കൺട്രോൾ ജീറ്റിന്റെ അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സും ഇതിൽ വരുന്നുണ്ട് അല്ലെ? ഏറ്റവും ടോപ്പ് എൻഡിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതില് നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് വന്നിട്ടുള്ള ഒരു വാഹനമാണ്. ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു മാനിക്ക? ഇത് കിലോമീറ്റർ 90,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. 2021 ആനിവേഴ്സറി എഡിഷൻ, അതായത് GT ലൈനിൽ വരുന്ന എല്ലാ ഓപ്ഷനിലും വരുന്ന ഈ വാഹനത്തിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 2021 വാഹനത്തിന്റെ പ്രൈസ് എത്ര? 10 ലക്ഷത്തിൽ താഴെ, അതായത് 9,90,000 രൂപയ്ക്ക് ഈ വാഹനം നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ അതാണ് നമ്മൾ 10 ലക്ഷത്തിന്റെ താഴെ ബഡ്ജറ്റിൽ ഒരു സെൽറ്റോസ്. അത് നമുക്ക് സ്പെഷ്യൽ എഡിഷൻ വാഹനമാണ്, സിംഗിൾ ഓൺഷിപ്പ് വാഹനം. വിഷു ആയതുകൊണ്ട് നമുക്കൊരു 9,70,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കും. വീണ്ടും ഒരു 20 രൂപ ഓഫർ നമ്മൾ കുറച്ചിട്ടാണ് അത് ഫുൾ ഓണും ചെയ്യാം. അടുത്ത നമുക്കൊരു ക്രെറ്റയാണ്, അതും വൈറ്റ് ഫിനിഷിംഗിൽ വരുന്ന ഒരു കിടില ഐറ്റം. കാരണം നമ്മൾ ക്രെറ്റയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ജനറേഷനാണ്. പൊതുവെ മെയിൻ്റെനൻസ് കുറവാണ്, അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്ന ഒരു എഡിഷൻ ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2018 ആണ്. ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആണ്, പെട്രോൾ ആണ്. 35,000 കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുള്ളൂ. അതാണ് ഏറ്റവും ഹൈലൈറ്റ്. അപ്പൊ തീരെ ഓടിയിട്ടില്ല എന്ന് പറയാം. അതെ. അപ്പൊ നമുക്ക് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ക്രെറ്റ നോക്കുന്നവർക്ക് വെറും 35,000 കിലോമീറ്റർ ഓടിയ ഒരു ഓട്ടോമാറ്റിക് വണ്ടി, അതും 18 മോഡൽ വണ്ടി അല്ലേ? മാനുക നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും ഒരു വാഹനം? ഇത് നമുക്ക് ഫൈനലായിട്ട് 9,20,000 രൂപയ്ക്ക് ചെയ്യാൻ പറ്റും. 9,25,000. 2018 ആണ്, പെട്രോൾ ആണ്, ഓട്ടോമാറ്റിക് ആണ്. 35,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇത് 9,20,000 രൂപയ്ക്ക്, അത് ഫുൾ ലോണും നമുക്ക് ചെയ്യാൻ പറ്റും. വെറും 35,000 കിലോമീറ്റർ. നമുക്ക് വീണ്ടും ഒരു കിയയുടെ സെൽറ്റോസ് തന്നെയാണ്. ഇത് വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ ഡുവൽ ടൂണിൽ ന്യൂ എംബ്ലൊക്കെ വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം നമുക്ക് ഫുൾ കട്ട ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പ്ലസ് നമുക്ക് ഓട്ടോമാറ്റിക് കൂടിയാണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡൽ? 2022 ആണ്. 50,000 കിലോമീറ്റർ, 54,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ ഉപയോഗിച്ചിട്ടുള്ള ഈ വാഹനമാണ്. ഇതിന്റെ പ്രൈസ് തന്നെ 13 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും. ആ 13 ലക്ഷം നമുക്ക് ലോണും ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക്കിൽ വരുന്നത്. ഡീസൽ ഓട്ടോമാറ്റിക് ഈ വാഹനം നമുക്ക് ഫുൾ ലോൺ നമുക്ക് ഉണ്ടാകാം. അതൊരു ഓഫർ പ്രൈസ്. അടുത്ത നമുക്ക് വെന്യൂ. നമുക്ക് വെന്യൂടെ സെക്കൻഡ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. അതും റെഡ് ഫിനിഷിംഗില് ന്യൂ ഫേസ് കാര്യങ്ങളെല്ലാം വരുന്ന വിത്ത് സൺറൂഫോട് കൂടിയിട്ടുള്ള ഒരു DCT ഓട്ടോമാറ്റിക് വണ്ടി. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? SXO ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. ഇത് വെറും 32,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളത്. ലോ കിലോമീറ്റർ വണ്ടിയാണ് അല്ലേ? അപ്പൊ സിംഗിൾ ഓൺഷിപ്പ് ആണ് നമുക്ക് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ്, ഒരു വീടിന്റെ അകത്ത് തന്നെ രണ്ട് ഓൺഷിപ്പ് ആയതാണെന്നുള്ളൂ അല്ലെ? എത്ര രൂപ ചെയ്യാൻ പറ്റും മാനിക്ക്? ഇത് നമുക്ക് ഫൈനലായിട്ട് നമുക്ക് 2023 വെറും 37,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് പെട്രോള്. ഇത് ന്യൂ ജനറേഷനിൽ വരുന്ന ന്യൂ ഷേപ്പിൽ വരുന്ന ഈ വാഹനത്തിന്റെ വില എന്ന് പറഞ്ഞാൽ 9,50,000 രൂപയാണ്. അപ്പൊ ബെസ്റ്റ് ഓഫർ പ്രൈസ് ആണ്. അത് ഓട്ടോമാറ്റിക് ലോ കിലോമീറ്റർ ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. ഫുൾ ഓൺ നമുക്ക്, അതായത് ഇത് ടർബോ ആണ്. ഇതിന്റെ പുതിയ വാഹനത്തിന്റെ വില എബവ് 17 ലക്ഷം വരെ വരുന്നുണ്ട്. 16,80 സംതിങ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു 7 ലക്ഷത്തിന്റെ ഡിഫറൻസ് നമുക്ക് ഈ ഒരു വാഹനത്തിന് നമുക്ക് വരുന്നുണ്ട് അല്ലേ? അത് നമുക്ക് MGയുടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. അത് നമുക്ക് പിന്നെ
നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി ഐറ്റം. പാനോറമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആണ്. അത് നമുക്ക് എക്ട്ര പ്ലസ് ആണ്, 7 സീറ്റർ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2021 പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. വെറും 60,000 കിലോമീറ്റർ ഓടിയുള്ള സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആക്സിഡന്റോ ക്ലെയിമോ ഒന്നും ഇല്ലാത്ത ടോപ്പ് എൻഡ് മോഡലാണ്. അപ്പോൾ ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. അത് നമുക്ക് 7 സീറ്റർ വാഹനമാണ്. ഇന്ത്യയിലൊക്കെ നോക്കി പക്ക പ്രീമിയം ലെവലിൽ വരുന്ന ഒരു വാഹനമാണ്. 7 സീറ്റർ ആണ്. നല്ല സ്പേഷ്യസ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഫുൾ ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കിഡിലം വാഹനം. മാനുക, അത് നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും ഈ ഒരു വാഹനം? ഇത് നമുക്ക് ഒരു 14,25,000 രൂപയ്ക്ക് ചെയ്യാനും പറ്റും. ഇതിന് ഫുൾ ലോണും അവൈലബിൾ ആണ്. ഫുൾ ലോണിലും ഉണ്ടാവും. ഇത്രയും വലിയൊരു വാഹനം അതൊരു ബെസ്റ്റ് ഓഫർ പ്രൈസ്. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് കൂടിയാണ്. അതും 7 സീറ്റർ അല്ലേ? ഇനി വീണ്ടും നമുക്ക് ഒരു ഫുൾ ബ്ലാക്ക് തന്നെ വരുന്ന വീണ്ടും ഒരു MG തന്നെയാണ്, എക്ടർ തന്നെയാണ് വരുന്നത്. ഇത് 5 സീറ്റർ ആണോ 7 സീറ്റർ ആണോ വരുന്നത്? ഇത് 7 സീറ്റർ ആണ്. ഡീസൽ ആണ്. 2021-22 രജിസ്ട്രേഷൻ ആണ്. അപ്പൊ നമുക്ക് ഡീസലില് മാനുവൽ വേണ്ടവർക്കുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ഓട്ടോമാറ്റിക് നമുക്കുണ്ട്. ഇത് നമുക്ക് പിന്നെ വിത്ത് ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന ഡീസൽ വിത്ത് പനോറിക് സൺറൂഫ് എല്ലാം വരുന്ന ഒരു കിഡിൽ ഐറ്റം. ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു മാനുക്ക വരുന്നത്? ഇത് 2020-21 രജിസ്ട്രേഷൻ, 55,000 കിലോമീറ്റർ ഒരു സെക്കൻഡ് ഓണർഷിപ്പ്. ഇത് MG ഹെക്ടർ പ്ലസ് ആണ്. അത് 7 സീറ്റർ വരുന്ന വാഹനമാണ്. ഡീസലാണ്. കറക്റ്റ് കമ്പനി സർവീസുള്ള ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 14,50,000 രൂപയ്ക്ക്, ഇനി വേണ്ട 14 ലക്ഷം രൂപയ്ക്ക് ഓഫർ പ്രൈസിന് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും. അതും ഫുൾ ഓണും ചെയ്യാം. അപ്പൊ ഡീസലാണ്, 7 സീറ്റർ ആണ്. ഹൈലൈറ്റ് ആണ് വെറും 25,000 കിലോമീറ്റർ ഇല്ല. അപ്പൊ ലോ കിലോമീറ്റർ ഡീസൽ ഒരു 7 സീറ്റർ SUV നോക്കുന്നവർക്ക് അത് നമുക്ക് ഫുൾ ഓൺ തന്നെ കൊണ്ടാൻ പറ്റുന്ന ഒരു വാഹനം. അടുത്ത നമുക്ക് ഒരു കിഡില ഐറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. വെർണന്റെ ഹൈലൈറ്റ് ആണ്. നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പ്ലസ് നമുക്ക് ഡീസൽ കൂടിയാണ് അല്ലേ വരുന്നത് മാനുക? നല്ല മൈലേജും ഉണ്ടാവും. പെർഫോമൻസും ഫീച്ചേഴ്സും സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു കിടില ഐറ്റം. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2021 90,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഇതിനുള്ള പ്രത്യേകത എന്താ വെച്ചാൽ ഈ ടൈപ്പ് വാഹനങ്ങളിൽ ഡീസൽ വളരെ റയറാണ്, കിട്ടാൻ പ്രയാസമാണ്. ഇനിയിപ്പോ ന്യൂ ഷേപ്പ് ആണെങ്കിലും ഇതിൽ ഡീസൽ ഇറങ്ങിയിട്ടില്ല അല്ലേ? അപ്പോൾ നമുക്ക് ഇന്ത്യയിലൊക്കെ എക്സ്ട്രാ ഒക്കെ നല്ല പക്ക പൊളിയായിട്ട് പക്ക സ്പോർട്ടി ആയിട്ട് വന്നിട്ടുള്ള ഒരു വെഹിക്കിളാണ്. അതും ഫുൾ ബ്ലാക്കിൽ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് അല്ലേ? ടയേഴ്സ് ഒക്കെ നമുക്ക് ഫുൾ കട്ട ടയേഴ്സ് വരുന്നുണ്ട്. ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങൾക്ക് റിയൽ AC വെന്റ്, അതേപോലെ തന്നെ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, സ്റ്റിയറിംഗിൽ ക്രൂസ് കൺട്രോൾ കാര്യങ്ങൾ എല്ലാം വരുന്ന ഡീസൽ മാനുവൽ അല്ലേ? കിലോമീറ്റർ എങ്ങനെയായിരുന്നു മാനിക്ക? 90,000 കിലോമീറ്റർ. അപ്പൊ നമുക്ക് ഏറ്റവും ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം പക്കയാണല്ലോ വരുന്നത്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? 9,25,000 രൂപ. 9,25,000 ഒരു ബെസ്റ്റ് പ്രൈസ് ആണ്. കാരണം നമുക്ക് ഡീസലിൽ മൈലേജും പെർഫോമൻസും കിട്ടുന്ന വണ്ടിയാണ്. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് ഈ വണ്ടി ഇറക്കാൻ? ഫുൾ ഓൺ തന്നെ നമുക്ക് ഈ വാഹനം നമുക്ക് ഇറക്കാൻ പറ്റും കേട്ടോ. ഇഷ്ടം പോലെ നമുക്ക് നല്ല പൊളി കളക്ഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് തന്നെ നമുക്കൊരു ഇതൊരു Audi Q3 ആണ്. അത് നമുക്ക് വൈറ്റ് ഫിനിഷിംഗ് ആണ്. പക്ക നീറ്റ് ആൻഡ് ക്ലീൻ. ഒറിജിനൽ കേരള വണ്ടി തന്നെയല്ലേ? എങ്ങനെയായിരുന്നു മാനുക്ക ഡീറ്റെയിൽസ്? ഇത് 2016 ആണ്. 80,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഇപ്പൊ ഡോക്ടർ ഓണറായിട്ട് ആയിട്ടുള്ളതാണ്. ഇതിന്റെ ഏറ്റവും ഫുൾ ഓപ്ഷനിൽ വരുന്നതാണ് ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. ഏകദേശം ഒരു 18 കിലോമീറ്റർ വരെ മൈലേജ് പ്രതീക്ഷിക്കുന്ന ഈ വാഹനത്തിന്റെ ഹൈലൈറ്റ്. സാധാരണ ഒരു പ്രീമിയം വെഹിക്കിൾ ആകുമ്പോൾ നമുക്ക് എത്ര മൈലേജ് ഇച്ചിരി പാടാണ്. ഇത്രയും വലിയൊരു SUV ടൈപ്പ് വാഹനം നമുക്ക് 18 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഒറിജിനൽ കേരള. പിന്നെ നമുക്ക് അസിസ്റ്റന്റ് വെഹിക്കിളിന്റെ പരിപാടി ഇല്ല. സോ നമുക്ക് ഒറിജിനൽ കേരള വാഹനങ്ങൾ മാത്രമാണ്. അതും നമുക്ക് മാനുസ് കാർ വേൾഡിന്റെ ഒരു ഹൈലൈറ്റ് ആണ്. നമുക്ക് എത്രയാണ് ഇതിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് അതർ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന വാഹനമായിട്ട് കമ്പയർ ചെയ്തോട്ടെ 16,40,000 രൂപയ്ക്ക് ഈ വാഹനം കൊടുക്കാൻ പറ്റും. മാക്സിമം ലോണും ചെയ്യാൻ പറ്റും. അടുത്ത നമുക്ക് 3 ജീപ്പ് കോമ്പസുകൾ വരുന്നുണ്ട്. 2 വൈറ്റും ഒരു റെഡും ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മാനുക ഈ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് വണ്ടി? ഇത് ലിമിറ്റഡ് പ്ലസ് ആണ്. 2019 ആണ്. ഇത് ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല. 80,000 കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ്, സെക്കൻഡ് ഓണർഷിപ്പ്. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാല് നമുക്ക് 12,50,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. 12,50,000 ആണ്. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റും? ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 50,000 രൂപ ഉണ്ടെങ്കിൽ കൊണ്ടാ. US ബ്രാൻഡ് ആണ്. അത് നമുക്ക് ജീപ്പ് കോമ്പസ് ഓഫർ പ്രൈസ് ഇല്ല. ഞാൻ ഇതിന്റെ ഒരു ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള കളറാണ് ബ്ലഡ് റെഡിൽ വരുന്ന ഒരു കിഡില ഐറ്റം ആണ്. സ്മാരകത്തെ എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2018 ആണ്. 78,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് ആക്സിഡന്റോ ക്ലെയിമോ ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് ആണ്. നല്ല പെർഫോമൻസ് ആണ്. ബോഡി വെയിറ്റ് ആണ്. ഒരു ഓഫ് റോഡ് കാപ്പബിലിറ്റി ഒക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ്. അത് നമുക്ക് ഡീസലിൽ നല്ല മൈലേജും പെർഫോമൻസും ബോഡി ക്വാളിറ്റി എല്ലാം വരുന്ന ഒരു വാഹനമാണ്. 2018 മോഡല്. ഡിപ്പെൻസ് നമുക്ക് ചെറിയ കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ്. അത് നമുക്ക് ഇവിടെ കേൾട്ടർ രജിസ്ട്രേഷൻ തന്നെയാണ് വരും ചെയ്യുന്നത് അല്ല? നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു 9,90,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും. 10 ലക്ഷത്തിന് താഴെ ബഡ്ജറ്റ് ആണ്. മാക്സിമം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? ഏകദേശം ഫുൾ ലോൺ ആണ്. ഫുൾ ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും.
എഗെയിൻ വീണ്ടും നമുക്കൊരു ജീപ്പ് കോമ്പസ് തന്നെയാണ്, ഡുവൽ ടൂൺ ആണ്, വിത്ത് നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന മോഡൽ തന്നെയാണ് വരുന്നത്. ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2018 ആണ്. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. അത് കൂടുതൽ ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട് ഓട്ടോമാറ്റിക് ഉണ്ടോ, പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, കാരണം നമുക്ക് ലോ കിലോമീറ്റർ ആണ് വണ്ടി വരുന്നത്. ലോ കിലോമീറ്റർ ആണ്, ലോ മെയിൻ്റെനൻസ് ആണ്, നല്ല യാത്ര കംഫർട്ട് ആണ്. ഈ വിദേശത്തൊക്കെ നിൽക്കുന്നവർക്ക് പെട്രോൾ വാഹനങ്ങളോടാണ് കുറച്ചുകൂടെ, പിന്നെ അതേപോലെ ഓട്ടോമാറ്റിക്കും അവരാണ് കൂടുതൽ പ്രിഫറൻസ് ചെയ്യുന്നത്. എത്ര കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 37 മാത്രമേ ഓടിയിട്ടുള്ളൂ. കറക്റ്റ് കമ്പനി സർവീസ് ആണ്. അപ്പൊ ലോ കിലോമീറ്റർ ഒരു ഓട്ടോമാറ്റിക് വണ്ടി, അത് നമുക്ക് മാനുക എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ഒരു 12,60,000 രൂപക്ക് ഫൈനൽ 12,60,000 നമുക്ക് ചെയ്യാൻ പറ്റും. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. ഇതും ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റും. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് കേട്ടോ. എഗെയിൻ നമുക്കൊരു കെയുടെ സോണറ്റ് ആണ്, അതും ഓട്ടോമാറ്റിക് ആണ്, വിത്ത് സൺറൂഫ് കാര്യങ്ങൾ. കൂടെ തന്നെ ഇതിന്റെ ഹൈലൈറ്റ് ആണ് ഫുൾ ബ്ലാക്കിലൊരു SUV നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ കൂടിയാണ് അല്ലേ? മാർക്ക് എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ്? 2020 മോഡൽ, 1,00,000 കിലോമീറ്റർ GT ലൈൻ ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസലും ആണ് ഓട്ടോമാറ്റിക്കും ആണ്. സോ നല്ല മൈലേജും കംഫർട്ടും ഫീച്ചേഴ്സും എല്ലാം വരുന്ന ഒരു വാഹനമാണ്. നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും ഈ ഒരു വാഹനം? ഇത് 9,20,000 രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. 9,20 GT ലൈനിൽ ഡീസൽ ഓട്ടോമാറ്റിക്കില് ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ്. അത് നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് ഏകദേശം ഒരു ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തതാണ് നമുക്ക് വീണ്ടും നല്ലൊരു കിഡിലൻ ബഡ്ജറ്റില് ഒരു, അതും നമുക്ക് നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു SUV നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് മഹീന്ദ്ര SUV 300 അല്ലെ? എങ്ങനെയായിരുന്നു മാനുക്ക് അതിന്റെ ഡീറ്റെയിൽസ്? 2022 ആണ്. ഇത് വെറും 29,000 കിലോമീറ്റർ ആണ് ഇത് ഓടിയിട്ടുള്ളത്. ഇതിന്റെ പ്രത്യേകത W4 ആണ്. പിന്നെ ഒരു പെയിന്റ് പോലും ടച്ച് ചെയ്തിട്ടില്ല. ഒരു 24 ഏകദേശം മൈലേജ് പ്രതീക്ഷിക്കാം അതിന്. അപ്പൊ അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. മൈലേജ് ഡെയിലി യൂസിന് ബൈക്കൊക്കെ മാറ്റിയിട്ട് വേണമെങ്കിൽ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. കാരണം അത്രയും മൈലേജും കിട്ടും. ഒരു ടച്ചപ്പ് പോലും കയറാത്ത ഒരു വാഹനം, അത് കോട്ടയം രജിസ്ട്രേഷനിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് മാനുക വരുന്നത്. അല്ല, ഇത് W4 സൺറൂഫിന്റെ ഒരു കുറവുണ്ട്. പക്ഷേ ബാക്കി എല്ലാം നമുക്ക് അലോയ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അഡീഷണൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. നാലും അത്യാവശ്യം നമുക്ക് 90-95% ടയേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഹൈലൈറ്റ് ആണ് ടച്ചപ്പ് കയറാത്ത ഒരു SUV അല്ല, അതും 24 വരെ മൈലേജും കിട്ടുന്ന ഒരു വാഹനം അല്ല. മാനുക നമുക്ക് എത്രയാണ് കിലോമീറ്റർ കൂടിയിട്ടുള്ളത്? ഇത് വെറും 29,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ ആണ്, സിംഗിൾ ഓണർ വണ്ടി അല്ലേ? എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇതിന്റെ ഫൈനൽ പ്രൈസ് നമുക്ക് 7,60,000 രൂപ കൊടുക്കാം. ഒരു ഹാച്ച് ബാഗ് ഒരു സ്വിഫ്റ്റ് ഒക്കെ വാങ്ങുന്ന പ്രൈസിൽ കൊണ്ടുപോകും ചെയ്യാം. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഫുൾ ഓൺ കൊടുക്കാം. ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ഒന്നുകൂടെ നമുക്ക് ബഡ്ജറ്റിലെ ഒരു SUV നമുക്ക് വരുന്നുണ്ട്. കൂടെ തന്നെ നമുക്ക് നല്ലൊരു പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ഒരു Volkswagen Vento. അത് നമുക്കൊരു ഐക്കണിക് കളറാണ് അവരെ 0102 നല്ല ഫാൻസി നമ്പറൊക്കെ വരുന്ന ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെയായിരുന്നു മാനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? 2017 ആണ്. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താ വെച്ചാൽ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്, ഹൈലൈൻ ഓട്ടോമാറ്റിക് ആണ്, ഏറ്റവും ടോപ്പ് എൻഡിൽ ഓട്ടോമാറ്റിക്. അതെ. സോ നമുക്ക് ഒരു പ്രീമിയം സെഗ്മെന്റ് ആണ്. നല്ല പെർഫോമൻസ്, അതേപോലെ തന്നെ ബോഡി ക്വാളിറ്റി, സേഫ്റ്റി ഒക്കെ കൺസിഡർ ചെയ്യുന്നവർക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം കൂടിയാണ്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? 1,00,000 കിലോമീറ്റർ. അതുകൊണ്ട് പേടിക്കാനില്ല, പെട്രോൾ ആണ്, കറക്റ്റ് കമ്പനി സർവീസ് ആണ്. അപ്പൊ നമുക്ക് കറക്റ്റ് സർവീസ് ചെയ്ത് പോയ ഒരു പ്രശ്നമില്ലാത്തൊരു വാഹനമാണ്. അത് ഓട്ടോമാറ്റിക്കലി ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ? നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും ഈ വാഹനം? ഇത് നമുക്ക് 4,50,000 രൂപയ്ക്ക് ഫിക്സഡ് പ്രൈസിന് നമുക്ക് കൊടുക്കാൻ പറ്റും. 450. ഇതൊരു വാഗണറൊക്കെ വാങ്ങുന്ന പ്രൈസിന് നമുക്ക് ഈ വാഹനം കൊണ്ടോ ഇറങ്ങിയ സമയത്ത് 10-20 ലക്ഷത്തിന് അടുത്ത് വില ഉണ്ടായിരുന്ന ഒരു വാഹനമാണ്. ഏറ്റവും നല്ല ഓഫർ റേറ്റിലാണ് ഈ വാഹനം തരാൻ പോകുന്നത്. അടുത്ത നമുക്കൊരു റെനോ കൈഗർ ആണ്. അതും ഡോൾ ടൂളില് ബ്ലൂ ആൻഡ് ബ്ലാക്കിൽ വരുന്ന ഒരു വാഹനം. KL 71 നിലമ്പൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2022 ആണ്. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? 16,000 കിലോമീറ്റർ ഇത് ഓടിയിട്ടുള്ളൂ. അപ്പൊ തീരെ ഓടിയിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പൊ നമുക്ക് ലോ കിലോമീറ്റർ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഇത്തവണ വന്നിട്ടുണ്ടല്ലേ മാനുക? അത് ഓട്ടോമാറ്റിക് ആണ്, ലോ കിലോമീറ്റർ ആണ്, അത്യാവശ്യം മൈലേജും കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു കിടിലൻ വാഹനം. പിന്നെ ഈ ഒരു സെഗ്മെന്റ് ഒക്കെ ആയ സമയത്ത് ഇതിൽ പെട്രോൾ മാത്രമാണ് ഇപ്പൊ കമ്പനി ഇറക്കുന്നുള്ളൂ. സോ അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു SUV ആണ്. വെറും 16,000 കിലോമീറ്റർ, അതും 2022 മോഡൽ വണ്ടി. ഓൺഷിപ്പ് സിംഗിൾ ആണ് വരുന്നത്. സെക്കൻഡ് ആയിപ്പോ നമ്മുടെ പേരിലേക്ക് മാറിയില്ല. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്കിത്? ഇത് നമുക്ക് 5,80,000 രൂപക്ക് ഫൈനലായിട്ട് ചെയ്യാൻ പറ്റും. ചെറിയൊരു വാഗണർ ഓൾട്ടൊക്കെ വാങ്ങുന്ന പ്രൈസിന് ഇപ്പൊ ഈ ഒരു SUV വാഹനം കൊണ്ടാവും. അത് ലോക്ക് ഫുൾ ഓൺ കിലോമീറ്റർ ഓട്ടോമാറ്റിക് ഫുൾ ഓൺ. അടുത്താണ് നമുക്ക് എൻജിയുടെ ഒന്നുകൂടെ ഏറ്റവും ലാസ്റ്റ് ജനറേഷൻ ആണ്. ന്യൂ ഫേസ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. വളരെ റെയർ ആണ് ഈ വണ്ടിയൊക്കെ. അത് നമുക്ക് പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന
രണ്ടെണ്ണം വരുന്നുണ്ടല്ലോ മാനുക്ക. അതെ അതെ. ഇത് വൈറ്റ് ഫിനിഷിംഗ് ആണ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ ഇത് വരുന്നത്? 2024 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് ലോ കിലോമീറ്റർ തന്നെയാണ് വരുന്നത്. അതെ അതെ അതെ. ഇത് ഓൺഷിപ്പ് സിംഗിൾ ആണ് മാനുക്ക. സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. വെറും 14,000 കിലോമീറ്റർ ആണ്. ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് അല്ലേ? അതെ. ഇത് എങ്ങനെയായിരുന്നു നമുക്ക് ചോദ്യം എങ്ങനെയായിരുന്നു? ഇതിന്റെ ഫൈനൽ ആയിട്ട് നമുക്ക് ചോദ്യമൊന്നുമില്ല, 12,90,000 രൂപയ്ക്കും ഇതിന് ഫുൾ ലോൺ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതിന്റെ ഹൈലൈറ്റ് എന്നാൽ നമുക്ക് ഇത്രയും വലിയൊരു വാഹനം, അതും ലോ കിലോമീറ്റർ ആണ്. അത് നമുക്ക് 24 മോഡൽ വെറും 14,000 കിലോമീറ്റർ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി അതിന്റെ താഴെ സൺറൂഫ് എല്ലാം വരുന്നുണ്ട് അല്ലേ? അപ്പൊ ഇത് നമുക്ക് ഏത് ഫുൾ ലോൺ നമുക്ക് ചെയ്യാനും പറ്റൂല. എങ്കിൽ നമുക്ക് സെയിം മോഡൽ തന്നെയാണ്. ആ ന്യൂ ഫേസ് കാര്യങ്ങളെല്ലാം വരുന്ന പിന്നെ ഒരു വെറൈറ്റി കളറാണ്. അതും റെയർ ആണ് ഈ കളറില്ല. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ്? 2023 ഇത് സെക്കൻഡ് ഓണറാണ്. വെറും 35,000 ഇത് ഓടിയിട്ടുള്ളൂ. ഇതും ലോ കിലോമീറ്ററിനാണ് വരുന്നത്. ഇതിന്റെ നമുക്ക് നല്ല ഫീച്ചേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വാഹനമാണ്. ലോ കിലോമീറ്റർ. ഇത് എത്ര രൂപ ചെയ്യാൻ പറ്റും? നമുക്ക് 13,90,000 രൂപ. 13,90 അല്ലേ? ഫുൾ ഓൺ ചെയ്തുകൂടാ? ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഫുൾ ഓൺ ചെയ്യാം. അടുത്താണ് ഒരു 7 സീറ്റർ വാഹനം. അതും SUV ആണ്. നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന വലിയൊരു വാഹനം എന്ന് തന്നെ പറയാം. മഹീന്ദ്ര SUV 500. എങ്ങനെയൊന്നും ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2017 ആണ്. ഇത് 70,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ പ്ലസ് ഓട്ടോമാറ്റിക് ആണ് ഈ വാഹനം വരുന്നത്. അത് നമുക്ക് 7 സീറ്ററും ആണ്. അത്യാവശ്യം നമുക്ക് നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനം അല്ലേ? മാനുക നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും ഈ വാഹനം? 8,90,000 രൂപ ഇത് കൊടുക്കാൻ പറ്റും. ചെറിയൊരു ഹാച്ച് ബാഗിന്റെ പ്രൈസിനും ഉണ്ടാവും. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അത് നമുക്ക് 100% ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു വാഹനമാണ് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മാനുക്കാൻ്റെ എടുത്തിരുന്നു. അപ്പോൾ ഈ ഒരു വിഷുവിൻ്റെ ഓഫറുകൾ ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ടില്ല. വിഷു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആഴ്ച കൂടി നമുക്ക് വിഷു കൈനീട്ടമായിട്ട് ഗോൾഡ് കോയിനൊക്കെയാണ് നമുക്ക് ഇവർ തരുന്നത്. സോ ഇപ്പോൾ ഗോൾഡിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. സോ നമുക്ക് എന്തായാലും വർഷങ്ങളായിട്ട് മാനുക്ക കൊടുക്കുന്ന ആ ഒരു കീവൊക്കെ പോയി തുടർന്ന് പോകുക എന്നുള്ളതാണ് അല്ലേ മാനുക്ക? അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ലോ കിലോമീറ്റർ വാഹനങ്ങളാണ്. ക്വാളിറ്റി ഗ്യാരണ്ടിയാണ് നമ്മൾ ഏറ്റവും വലിയ ഹൈലൈറ്റ്. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്നെടുക്കാം. പുതിയ വാഹനം എടുക്കുന്ന പോലെ ടെൻഷൻ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ എന്നുള്ളതാണ് മാനുക്ക അല്ല? നമ്മളെ ലൊക്കേഷൻ ഒന്നുകൂടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മലപ്പുറം ജില്ലയിലെ വെള്ളാമ്പ്ര, അതായത് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നും മലപ്പുറം മഞ്ചേരി ഭാഗത്തേക്ക് 12 കിലോമീറ്റർ, മലപ്പുറം മഞ്ചേരി ഭാഗത്ത് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് 10 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാനൂസ് കാർ വേൾഡിലെത്തും. ഇനി ഞങ്ങളുടെ ലൊക്കേഷൻ മാനൂസ് കാർ വേൾഡ് എന്ന് നിങ്ങൾ ഗൂഗിളിൽ ഞങ്ങളുടെ ലൊക്കേഷൻ മാനൂസ് കാർ വേൾഡ് എന്ന് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങളുടെ ലൊക്കേഷനിലെത്തും. അപ്പോൾ അതാണ് നമുക്ക് ഇവരെ ഡെയിലി അപ്ഡേഷനൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവരെ പേജ് ഉണ്ട്. മാനൂസ് കാർ വേൾഡ്, ഇൻസ്റ്റ ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്. അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് ഇവരെ ഡെയിലി അപ്ഡേഷന് കാര്യങ്ങൾ അറിയാം. കൂടെ നമ്മളെ പേജും നിങ്ങൾ ഫോളോ ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം. റിയാസ് ആൻഡ് മാനുക്ക സൈനിങ് ഓഫ്.